നമ്മളെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് ഈ ഡ്രൈവർമാർ, പ്രത്യേകിച്ച് ഉറക്കൊഴിഞ്ഞ് ഓടിക്കുന്ന ഡ്രൈവർമാർ. കാരണം അത് വർഷങ്ങളായിട്ടുള്ള സ്കില്ല് വേണം, ഒരു സ്കില്ല് വേണം ഈ ഒരു ഡ്രൈവിംഗില് ഡ്രൈവർ ആവണമെങ്കിൽ. പക്ഷെങ്കിൽ നിലവിൽ ഇവർക്ക് ആ ഒരു വേതനം, അവർ ആ കഷ്ടപ്പെടുന്നതിനനുസരിച്ചൊരു വേതനം ഇവർക്ക് ഇന്ന് കിട്ടുന്നില്ല ശരിക്കും ഒരു ഫീൽഡിലാണ്. മാത്രമല്ല ഈ ഉറക്കൊഴിഞ്ഞ് ഓടിക്കുന്നതുകൊണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്ക് വരും. നടുവേദന, തലവേദന, ബോഡി പെയിന്, ഷുഗർ. അത് മാത്രമല്ല പിന്നെ മെയിൻ സംഭവം, അതായത് മേജർ ആയിട്ടുള്ള ഫങ്ഷൻസ് ഒന്നും അവർക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. ഫാമിലിന്റെ ഒപ്പം ഒരു ഞായറാഴ്ച ഒരു സ്ഥലത്ത് പോകാൻ കഴിയില്ല, ഒരു കല്യാണം ഉണ്ടെങ്കിൽ അത് പോകാൻ കഴിയില്ല, ഓണം വിഷു വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. പക്ഷെ അതനുസരിച്ചൊരു വേതനം അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മളെ കേരളത്തിൽ ഇവർക്ക് അതനുസരിച്ചൊരു വാല്യൂ ഇല്ല. മറ്റ് ഫോറിൻ കൺട്രീസിൽ നമ്മൾ നോക്കിയാൽ ഡ്രൈവർമാർക്ക് അവർ അവിടുത്തെ ജനങ്ങള് അല്ലെങ്കിൽ ഗവൺമെന്റ് റെസ്പെക്ട് കൊടുക്കുന്നത്, അതനുസരിച്ചൊരു വേതനമുണ്ട്. പക്ഷേ ഇന്ത്യയിലും അല്ല കേരളത്തിലും നമ്മളൊരു രണ്ടാംകിട ഒരു കാറ്റഗറിയിലാണ് ഈ ഡ്രൈവർമാർക്കാണ്. ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഈ ഡ്രൈവിംഗ്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഈ ഒരു മേഖലയിലേക്ക് എത്തണമെങ്കിൽ. പിന്നെ അത് മാത്രമല്ല കൃത്യസമയത്ത് സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കണം അവർക്ക്. ബ്ലോക്ക് ഉണ്ടാവും, നമ്മൾ പോകുന്ന റൂട്ടിൽ പല നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവും. അപ്പോ പക്ഷെ അതൊന്നും അവസാനം സ്ഥലം കണ്ടിട്ടില്ലെങ്കിൽ ഗസ്റ്റ് ചിന്തിക്കില്ല. ഇവരെ മാക്സിമം എഫേർട്ട് എടുത്ത് സ്ഥലം കാണിച്ചു കൊടുക്കും. എല്ലാം ചെയ്താലും അവസാനം ഇവര് ആ ഒരു റെസ്പെക്ട് നമ്മളെ ഭാഗത്ത് കിട്ടുന്നില്ല. ചില സമയത്ത് ഡ്രൈവർമാർക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന സമയം ഉണ്ടാവില്ല. ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ പാർക്കിംഗ് ഉണ്ടാവില്ല. പാർക്കിംഗ് ഇല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ ഇറങ്ങി ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്ന ഒരു സംഭവം ഉറക്ക്. അത് ഇവര് നമ്മളെല്ലാരും ഇപ്പൊ പൈസക്കാരായാലും ശരി പാവപ്പെട്ടനായാലും ശരി ഉറക്കുന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെയാണ്. ആ ഒരു സുഖാന്ന് ഈ ഡ്രൈവർമാരെ വേണ്ടാന്ന് വെച്ചിട്ട് കഷ്ടപ്പെടും. അതിലവർ സമ്മതിച്ചു ഈ ഉറക്കൊഴിഞ്ഞ് പിന്നെ ഈ ഒരു ജോലി ചെയ്യുന്നത്. അല്ല ഇവരോട് ഞാൻ ചോദിക്കുമ്പോ പറയൂ, വീട്ടിലെ പ്രാരാബ്ദം, മറ്റേ ലോണ്, കുട്ടികളെ മക്കളെ പഠിപ്പ് കാര്യങ്ങള് അങ്ങനെയൊക്കെ നോക്കും. പിന്നെ പണിയെടുക്കണ്ടേ, വേറെ പണിയില്ല. അപ്പൊ നിങ്ങളെ പഠിച്ചല്ല ജോലിയായിട്ട് അച്ഛനോടൊക്കെ പറയാ പണിക്കോണ്ട എന്നുള്ളൊരു നിലയില് എത്രയും പെട്ടെന്ന് നിർത്താൻ ശ്രമിക്കുക. ഞാൻ അഭിമാനിക്കുന്നത്, എന്റെ അച്ഛൻ ഡ്രൈവറാണ്. അപ്പൊ അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസമൊക്കെ ഇറക്കാന്ന്.